കർക്കിടക മാസം കഴിയാനായി. നമ്മൾ ഇപ്രാവശ്യം താളുകറി വെച്ചിട്ടില്ല, അതുകൊണ്ട് ഇന്ന് കുറച്ച് താള് മുറിച്ചെടുക്കാനായിട്ട് ഇറങ്ങിയതാ കേട്ടോ. ഇതാ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ താളുണ്ട്, നല്ല വെള്ളത്താളാട്ടോ. വെള്ളത്താളുണ്ട്, കരിന്താളുണ്ട്. അപ്പൊ നമുക്ക് കറി വെക്കാൻ നല്ലത് ഇതുപോലെ വെള്ളത്താളുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ ഇളം തൂമ്പ് നോക്കിയിട്ടോ, അതിങ്ങനെ വിരിഞ്ഞ് വരുന്ന ഇലയുണ്ടാവും, എന്നാൽ തണ്ടും ഉണ്ടാവും, അങ്ങനത്തെ രീതിയിലുള്ളതാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. അതാ ഇതിൻ്റെയൊക്കെ ഉള്ളിലുള്ള എടുക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളി താള്. അതാ ഈ സൈഡിലൊക്കെ ഉണ്ട്. കർക്കിടകത്തിൽ നമ്മൾ കഴിക്കേണ്ട സാധനമാണ് താള്, കൂണ്, അതുപോലെ പത്തിലത്തോരനൊക്കെ. നമുക്ക് കൂൺ ഇഷ്ടം പോലെ കിട്ടി. കർക്കിടകം 1 മുതൽ നമുക്ക് കൂണായിരുന്നു, എന്നും കൂണായിരുന്നു. അപ്പൊ കൂണ് കുറച്ച് കുറഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വേഗം താള് കറി വെക്കാം. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇതിന്റെ ഉള്ളിലുള്ള ഉണ്ടല്ലോ, അതാണ് ഏറ്റവും നല്ലത്. ഇതാ ഇങ്ങനെയല്ല, അതിന്റെ ഉള്ളിലൂടെ ഒക്കെ പോയിട്ട് നമുക്ക് ഇളയത് നോക്കിയിട്ട് എടുക്കണം. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം. ഞങ്ങൾ വയനാട്ടുകാരെ മഴക്കാലമായി കഴിഞ്ഞാൽ അധികവും കറി വെക്കുന്ന സാധനമാണ് താള്. അതുപോലെ തകര കൊണ്ട് തോരനൊക്കെ വെക്കും. തകര നമുക്കിപ്പോ കിട്ടാനില്ല, എന്നാലും തകരയുള്ള സ്ഥലം നോക്കിയിട്ട് നമുക്ക് കർക്കിടകം കഴിയുന്നതിന് മുന്നേ തകരയും കൂടെ നമുക്ക് ഉപ്പേരി വെക്കണം. ഇതൊക്കെ ചെറുതാ, കുറെ താള് നല്ല ഇല വിരിഞ്ഞു പോയി. അതുകൊണ്ടാണ് നമുക്ക് ഈ നടുക്കുള്ളത് ചെറുതായിട്ട് കിട്ടി കേട്ടോ. ഇത് കുറച്ചുകൂടെ പൊന്തും, നമ്മൾ കുറച്ച് വൈകിയത് കൊണ്ട് എല്ലാം അതാണ്. അതൊക്കെ അല്ലാതെ സമയത്താണ് കറക്റ്റായിട്ട് കിട്ടുക. കറക്റ്റ് ഒരു തുടക്കത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് കറക്റ്റ് കുറേ താൾ ഇതുപോലെയല്ല ഉള്ളിലുള്ള കറക്റ്റ് ഇങ്ങനെ കിട്ടും. ഇതൊന്നും ആരും നട്ടിട്ടുണ്ടാവുന്നതല്ല കേട്ടോ. മഴക്കാലമാകുമ്പോൾ നമ്മളെ തോട്ടത്തിൽ ഇതുപോലെ ഉണ്ടാവും. ഇതൊക്കെ കിട്ടുക കറക്റ്റ് മഴക്കാലത്താണ്. മഴ പോയി കഴിയുമ്പോൾ ഇതെല്ലാം പോവും. അപ്പൊ അതാണ് ഓരോ സമയത്തും കഴിക്കേണ്ട സാധനം നമുക്ക് ഭൂമിയിൽ ഇതുപോലെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്നതാണ് കൂനും താളും തകരയൊക്കെ. അപ്പൊ എന്ത് ചെയ്യാ, ഇപ്പൊ കിട്ടുന്നതൊക്കെ അതാ സമയത്ത് നമ്മളെടുത്ത് കഴിക്കുക. ഒരുപാട് ഗുണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ എല്ലാവരും കഴിക്കണം എന്ന് പറയുന്നത്. കർക്കിടകത്തിൽ നമ്മൾ മരുന്ന് കഴിക്കും, കർക്കിടക മരുന്ന് കഴിക്കും, ഉലുവാക്കഞ്ഞി കഴിക്കും, അതുപോലെ തന്നെ ഇങ്ങനെ കിട്ടുന്ന താളൊക്കെ നമ്മൾ കഴിക്കും. ഇതാണ് കേട്ടോ കരിന്താള്. അപ്പൊ നമുക്ക് കുറച്ച് വെള്ളത്താളിന്റെ കൂടെ കരിന്താളും എടുക്കാം. ഇത് നല്ല ഭംഗിയാ കാണാന്, പക്ഷെ നമുക്ക് രുചി കൂടുതലുള്ളത് നമ്മളെ വെള്ളത്താളാണ്. നമ്മളിതാ ഇത്രയും താള് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. താള് മുറിച്ച് കഴിഞ്ഞാൽ നമ്മൾ വേഗം ഇതുപോലെ കെട്ടി വെക്കും. അപ്പൊ ഇത് വെച്ചിട്ട് ഇനി കറി ഉണ്ടാക്കണം. അപ്പൊ താള് കറി വെക്കുന്നതിൽ നമുക്ക് ഏറ്റവും രുചികരമായിട്ട് കിട്ടുക ചക്കക്കുരും കൂടെ ഇട്ടാലാണ്. അപ്പൊ ഇഷ്ടംപോലെ ചക്ക ഉള്ളതുകൊണ്ട് ചക്കക്കുരു ധാരാളമായിട്ട് നമ്മളെ കയ്യിലുണ്ട്. നമുക്ക് വേഗം കൊണ്ടുപോയിട്ട് ചക്കക്കുരും താളും വെച്ച് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കാം.